6ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഒറ്റക്കുടി സ്കൂളിൽ 7ാം ക്ലാസ് പഠിച്ചു. അത് കഴിഞ്ഞ് MHS പഠിച്ചു. അത് കഴിഞ്ഞ് ബസ്സിൽ കോളേജിൽ പോയി. അങ്ങനെ പിന്നീട് അച്ഛനതിന് ശേഷവും നിഷ മദ്രാസിൽ വന്ന് പഠിക്കുന്ന കാലഘട്ടവും ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സ്നേഹബന്ധങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുവെച്ചാൽ ഞാൻ പട്ടണത്തിൽ എനിക്ക് സമ്മാനമായിട്ട് ആറാട്ടുപുഴ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും നിയമനിൽക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു പോയത് എനിക്ക് പറയാം. ഈ പുത്തൻകാവ് ഇടവകയുടെ എത്ര വർഷക്കാലം ഇങ്ങനെ ഈ മരണ വീടുകളിൽ അല്ലെങ്കിൽ ശവക്കലറുകളിൽ ബാധിക്കാൻ ദൈവമനസ്സിലാണ്. നമ്മളെയൊക്കെ അപ്പന്മാരെയും ബന്ധുക്കന്മാരെയും ഒക്കെ അടക്കിയത് ബാധിച്ചാണ്. ബാധിച്ചാൻ്റെ പ്രാർത്ഥനയും ദൈവം വീശലും മധ്യസ്ഥതയും നമ്മുടെ അപ്പന്മാർക്കും വലിയപ്പന്മാർക്കും ഒക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. വാർഷിക പ്രോഗ്രാം നടത്തുമ്പോൾ അന്നേരം എല്ലാം വീടുകളിൽ വന്ന്, സർക്കോട്ടയിൽ വന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബാധിച്ചാനില്ലാതെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ടാണ് അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച ഇന്നലെ പള്ളിയിൽ അനൗൺസ് ചെയ്തത് ബാവിച്ചാൻ്റെ അടക്കത്തിന് പുത്തൻകാവ് പള്ളി ഒന്നടങ്കം സംസ്കാര ശ്രേഷ്ഠതയിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അതിനൊരു ഇമോഷണലായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകും. നമുക്ക് ആ ഒരു സ്നേഹം, ആദരവ്. അദ്ദേഹം എത്ര ആദരവോടുകൂടിയാണ് നമ്മോട് പെരുമാറിയത്, നമ്മുടെ അപ്പന്മാരോടും അമ്മമാരോടും നമ്മുടെ പിതാക്കന്മാരോടും ഒക്കെ പെരുമാറിയത് നമുക്കറിയാം. എനിക്ക് ബോധ്യമുള്ളത് എന്നെ നമ്മളൊരു ചെറു പയ്യനാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ. പക്ഷെ എന്നോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും അടുപ്പവും ആദരവും ഒക്കെ എല്ലാവരോടും കാണിക്കുന്നതിൻ്റെ ഒരു ചെറിയ അളവാണ് എന്നോട് കാണിച്ചത്. അപ്പം നിങ്ങളോട് എല്ലാവരോടും അദ്ദേഹം സ്നേഹവും ബഹുമാനവും ആദരവും മാത്രമാണ് പ്രകടിപ്പിച്ചത്. ഏകദേശം 40 വർഷത്തിലധികം ഈ പള്ളിയുടെ ശുശ്രൂഷക്കാരനെ, പ്രധാന ശുശ്രൂഷക്കാരനാണ് അദ്ദേഹം. അങ്ങനെയാണ് കുടുംബം നിലനിർത്തിയത്, അങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചത്. അവരൊക്കെ നല്ല സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. പുത്തൻകാവ് പള്ളിയുടെയും കബറുകളുടെയും പുത്തൻകാവ് സർക്കോട്ടയുടെയും ഓരോ വീടുകളുടെയും ഒക്കെ ഓരോ ഗന്ധവും അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹമാണ് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നാളത്തെ സംസ്കാരത്തോട് സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അജയച്ചൻ ഇത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു മാനസിക പ്രയാസമുണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ സന്ധ്യയ്ക്ക് ഇവിടെ നിൽക്കുന്നത് നാളെ പുത്തൻകാപ്പള്ളിയിൽ മാമോദീസ ഞാൻ നടത്തുന്നത്. ആ മാമോദീസ ഞാൻ നടത്താനുള്ള കാരണം കുഞ്ഞിൻ്റെ അപ്പൻ നമ്മുടെ ഒരു വൈദികനാണ്, അച്ഛനാണ്. അച്ഛൻ എൻ്റെ ഭദ്രാസനത്തിലെ എൻ്റെ അച്ഛനാണ്. ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ എൻ്റെ വൈദികരുടെ കൂട്ടത്തിലെ ഒരു അച്ഛനാണ് സ്റ്റീഫൻ അച്ഛൻ. അച്ഛൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയാണ് നാളെ നടത്തുന്നത്. അത് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഡേറ്റ് കൊടുത്താണ്.